ഹായ് ഗായ്സ്, അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്ന. ഞാൻ കുറേ ദിവസമായി വീഡിയോ ഒന്നും ഇടാതെ ഷോർട്സ് എല്ലാം എടുത്ത് ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റാണ് ഇത് കാണിക്കുന്നത്. നമ്മൾ തലേന്നത്തെ ചിക്കൻ കറി കുറച്ച് തേങ്ങാപ്പാലെല്ലാം ഒഴിച്ചിട്ട് കുറച്ച് കടുമ്പെല്ലാം ഉണ്ടാക്കിയിട്ട് ചെറിയ ചെറിയ നമ്മൾ കോഴി കടുമ്പെല്ലാം ഉണ്ടാക്കില്ല അതുപോലെ കുഞ്ഞിപ്പത്തിരിയെല്ലാം അതുപോലെ ഉണ്ടാക്കിയിട്ട് അതിലേക്ക് ഇട്ടിട്ട് സിമ്പിളായിട്ടൊരു ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കി കൊടുത്താലും മക്കൾക്കെല്ലാം ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ തലേന്നത്തെ മീൻ കറിക്കെല്ലാം ഇങ്ങനെ ഉണ്ടെങ്കിൽ പത്തിരിയെല്ലാം ഉണ്ടെങ്കിൽ അതിങ്ങനെ മുറിച്ചിട്ടിട്ട് ഇങ്ങനെ ഇളക്കിയിട്ട് തിളപ്പിച്ച് കൊടുക്കും. നല്ല ടേസ്റ്റാണ് അത്. കുറച്ചും കൂടി വെള്ളം ഒഴിക്കണം ഗൈസ്. കായപ്പൊടി എടുത്തു അതിനുശേഷം ചായപ്പൊടി ഇടുക. 4 5 പാട്ടെടുത്തതിന് ശേഷം പാൽപ്പൊടി 1 2 2.5 മതി. അമ്മേ ഇഷ്ടപ്പെടുന്നില്ല തമാശ എന്നോട്. ഇന്നുവിൻ്റെ വകയായിരുന്നു ചായ രാവിലെ. അവ എപ്പോഴും അടിയാക്കലുണ്ട്. അങ്ങനെയും പെങ്ങന്മാരെല്ലാം കൂടിയിട്ട് ഭയങ്കര അടി തന്നെ എപ്പോഴും ഉള്ളത് നമ്മളെപ്പോഴും. വ്ളോഗ് നിർത്താനില്ലേ ഞാൻ? ഇല്ലാലോ, നിർത്തണ്ട. നമ്മളെപ്പോഴും ചായ ഊറ്റുമ്പോൾ ഇല്ലെങ്കിൽ പോരെ ഫുൾ ചായ ആവും. എന്തൊരു മണം. കപ്പം അപ്പോൾ എന്നെ മഴവില്ലുണ്ടാക്കിയിട്ട് കാണിച്ചു തരാമെന്ന് പറഞ്ഞത് ആ കൂട്ടിക്കൊണ്ട് വന്നിട്ട് മഴവില്ലുണ്ടാക്കിയിട്ടുണ്ട്. നിങ്ങൾക്കാർക്കെങ്കിലും അറിയുമെന്ന് എനിക്കറിയില്ല. ഇതിപ്പോൾ ഇന്നുവാന്ന് ഉണ്ടാക്കിയത്. ഓന് വെള്ളം ഒഴിക്കാൻ പറ്റുമ്പോൾ നല്ല വെയിലുണ്ടായിന്. അപ്പോൾ അതിലേക്ക് അത് കാണിച്ചു തരുന്നുള്ളൂ. ഓൻ എന്നെ കണ്ടുപിടിച്ചെന്നല്ല പറഞ്ഞിട്ടുണ്ട്, എനിക്കറിയില്ല. മഴവില്ല് കാണിച്ചിട്ട് മുറ്റെല്ലാം നല്ലോണം വെള്ളമാക്കി വെച്ചിട്ടുണ്ട്, കണ്ടല്ലോ. അതിനൊരു കുറവൊന്നുമില്ല, ആകെ നാട്ടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ബിരിയാണിയെല്ലാം ഉണ്ടാക്കാതെ കുറേ നാളാണ്. അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ബിരിയാണിയെല്ലാം ഉണ്ടാക്കാറുണ്ട്. വെള്ളിയാഴ്ച എല്ലാം ബിരിയാണി അങ്ങനെയെല്ലാം ഉണ്ടാക്കും. ഇപ്പോൾ കുറേ ആയിട്ട് അങ്ങനെയൊന്നും ഉണ്ടാക്കാറില്ല. വെള്ളിയാഴ്ച എല്ലാം വെള്ളരിക്ക കറി അങ്ങനെ കഞ്ഞി അങ്ങനെയെല്ലാം ഒന്നും ഉണ്ടാക്കാറ് വയ്യാത്തതുകൊണ്ട് തന്നെ ആർക്കും വേണ്ട അങ്ങനെയല്ലോ അങ്ങനെ. അപ്പോൾ ഇന്നൊരു ബിരിയാണി ഉണ്ടാക്കാമെന്ന് വെച്ചാൽ കുറച്ച് ഡ്രൈ ആയിട്ടാണ് ഞാൻ ഉണ്ടാക്കിയത്. പിന്നെ അധികം നെയ്യും എണ്ണയൊന്നും ഞാൻ ആക്കിയിട്ടില്ല. നമ്മൾ ബസ്മതി റൈസിലാണ് വെച്ചിട്ടുള്ളത്. മറ്റേതെങ്കിലും നമുക്ക് നല്ലോണം നെയ്യെല്ലാം വേണമല്ലോ. അപ്പോൾ ഇതെങ്കിലും അങ്ങനെ കഴിക്കുമ്പോൾ അത്രയ്ക്ക് ആവില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ മല്ലിയിലയും പുതിനയിലെല്ലാം നമ്മൾ പുറത്തന്നെ ഉണ്ട്, വാങ്ങിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഇതെല്ലാം ഫ്രഷായിട്ട് ഇങ്ങനെ മുറ്റത്തുനിന്ന് പറിച്ചെടുക്കുമ്പോൾ ഒരു സന്തോഷം വേറെ അല്ലേ. എൻ്റെ പുരയിലെല്ലാം എൻ്റെ ഉമ്മല്ല അങ്ങനെയെല്ലാം ആക്കിയിട്ടെല്ലാം വെക്കാറുണ്ട്. ഞാനങ്ങനെ ആക്കാറില്ല. ഇത് ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെയെല്ലാം വെച്ചിട്ട് ഉണ്ടാക്കുന്നത്. ചിലപ്പോൾ ചത്തു പോകും. അത് കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്കിന് ചത്തു പോകും. അങ്ങനെ നല്ല വെയിലെല്ലാം വന്നാൽ പിന്നെ നിൽക്കും. അപ്പോൾ വെള്ളിയാഴ്ച ബിരിയാണി ഇപ്പോൾ വെള്ളിയാഴ്ച അങ്ങനെയൊന്നും ഇല്ലല്ലോ. കാരണം നമ്മളെ ഇവിടെ അവധി ദിവസമെല്ലാം മാറിയിട്ടുണ്ട്. സാറ്റർഡേ സൺഡേ എല്ലാം ആയിട്ടുണ്ട്. അല്ലേ, മുന്നേ വെള്ളിയാഴ്ച കുറേ ഇതുണ്ടായിരുന്നു ബിരിയാണി വെക്കൽ അങ്ങനെ ലീവെല്ലാം ആയിട്ട്. അപ്പോൾ ഇക്കൊല്ലം ഇപ്പോൾ അന്ന് ഡ്യൂട്ടി ഉണ്ട്, കുറച്ച് നേരം ഉണ്ട്. പിന്നെ മക്കൾക്കുള്ള സ്കൂള് വെള്ളിയാഴ്ച രാവിലെ കുറച്ച് സമയമുണ്ട്. പിന്നെ ശനിയും ഞായറും ലീവാണ്. അപ്പോൾ നാട്ടിലൊക്കെ മുമ്പെല്ലാം വെള്ളി ശനിയാണ് അവധി ദിവസം. വെള്ളിയാഴ്ച ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. ഇപ്പോൾ ആ ഒരു ഇതെല്ലാം മാറിയിട്ടുണ്ട്. എനിക്ക് പറഞ്ഞിട്ട് ഹോസ്പിറ്റലിൽ പോകാനുണ്ടായിന്. അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് ഹോസ്പിറ്റലിലെല്ലാം പോകാമെന്ന് പറഞ്ഞിട്ടാണ് നിന്നിട്ടുള്ളത്. ഫുഡെല്ലാം കൊടുക്കാം അതിൻ്റെ ഇടയിൽ എന്ന് പറഞ്ഞിട്ട് പെട്ടെന്നെല്ലാം റെഡിയാക്കുന്നുണ്ട്. അപ്പോൾ ഇക്കയില്ല, അത് നമ്മൾ തന്നെയാണ് ഉണ്ടാക്കുക. പിന്നെ വന്നിട്ട് കഴിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്.
എങ്ങനെയുണ്ട് ബിരിയാണി? പറയാനില്ല, പൊളി. വെള്ളിയാഴ്ച ഇങ്ങനെ പ്രതീക്ഷിച്ചില്ല. ഉണ്ടാക്കി കൊടുക്കലിടാ, എന്തൊരു പറച്ചിലിടാ നിന്റെ. ഇത് ഞാൻ ഡ്രൈ ആയിട്ട് വെച്ച ബിരിയാണി. അല്ല ഞമ്മ കൊറേ ദിവസം കഞ്ഞിയായിരുന്നു, കഞ്ഞി പോയി മേടിച്ചു ബിരിയാണി വിചാരിച്ചോണ്ടേ അതുപോലെ ഉണ്ടാക്കിയില്ല. പക്ഷെ ഇത് ഡ്രൈ ആയിട്ട് വെച്ച കൊറേ ഇങ്ങനെ നെയ്യ് അങ്ങനെ ഒന്നും ഇല്ല. എന്റെ ഫേവറേറ്റ് ഇതാ കോഴിന്റെ കൗത്ത്. നൈല എങ്ങനെയുണ്ട്? ടേസ്റ്റ് ഉണ്ടാ? ചിക്കന് അങ്ങനെയല്ല കടിച്ച ജഗതിയല്ല കടിക്കുന്ന പോലെ. ജഗതിനെ അറിയോ നിക്കപ്പോ? ജഗതി ഉഷാറില്ല. നിന്റെ സൗണ്ട് ഉണ്ട്. നിന്റെ സൗണ്ട് ഉണ്ട്. ആക്ഷൻ. സോറി സോറി. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് അമ്മ ഹോസ്പിറ്റലിലേക്ക് പോയി. ഹോസ്പിറ്റലിൽ പോകാനുണ്ടായിന്, അങ്ങനെ പോയിട്ടുണ്ടായിന്. GMC-ലാണ് നമ്മൾ കാണിക്കുന്നത് എപ്പോഴും. പിന്നെ ചിലരെല്ലാം എന്നോട് Q&A വെക്കുമെന്നെല്ലാം പറഞ്ഞിട്ടുണ്ടായിന്. അപ്പോൾ എനിക്ക് അങ്ങനെയൊന്നും അറിയില്ല. എന്നെ പറ്റിയിട്ട് ഞാൻ ഒരു വീഡിയോയിൽ ഞാൻ പറയാം, നമ്മളെല്ലാവരും പറ്റിയിട്ടും. പിന്നെ എൻ്റെ മക്കളെല്ലാം ഞാൻ എല്ലാത്തിലും കാണിച്ചിട്ടുണ്ടല്ലോ, ലാസ്റ്റിൽ ഞാൻ ഇടാം, അപ്പോൾ അതും കാണും. പിന്നെ വേറെ എന്തും പറയാനില്ല. അപ്പോൾ എന്നെ പറ്റിയിട്ട് അറിയാനുള്ളതെല്ലാം ഞാൻ എന്നെ വീഡിയോയിൽ പറയാം. നമ്മളങ്ങനെ ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ട്. റോഡിലിങ്ങനെ പണി നടക്കുന്നുണ്ട്, അതുകൊണ്ട് തന്നെ വഴി അങ്ങനെ പോകാനുള്ള കുറേ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ എത്ര സമയം ഇവിടെ കാത്തിരിക്കണമെന്ന് നമുക്കറിയില്ല. അപ്പോൾ ഡോക്ടർക്ക് പോയിട്ട് കുറച്ച് നേരം ഞാൻ വെയിറ്റ് ആക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. ഡോക്ടർ പുറത്ത് പോയിട്ടുണ്ടായിരുന്നു എമർജൻസിയിലെന്തോ. അങ്ങനെ പിന്നെ ഡോക്ടർ റൂമിൽ എത്തിയിട്ടുണ്ട്. ഡോക്ടറെ ചെയർ മാത്രം കാണുന്നു, ഡോക്ടർ വന്നിട്ടില്ല. പിന്നെ ഡോക്ടറെ കാണിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. പിന്നെ നമ്മൾ ഈ ഡോക്ടർ റൂമിൻ്റെ ഓപ്പോസിറ്റ് കാണില്ല ഗ്ലാസ്, അതിൻ്റെ ബാക്കിലാണ് വലിയ ഗാർഡൻ ഉണ്ട്. അപ്പോൾ ആടെ മക്കളെ എത്തിയിട്ടുണ്ട്. ആടെ ആരുമില്ല, കുറേ ചെടികൾ മാത്രമാണ് ഉണ്ട്, വെള്ളം ചെടിയും അങ്ങനെ എല്ലാം ആയിട്ട് നല്ല രസമുണ്ട് അവിടെ കാണാൻ. അപ്പോൾ മക്കൾ അവിടെ എത്തിയിട്ടുണ്ട്, ബുദ്ധിമുട്ടാവില്ലല്ലോ അങ്ങനെ എത്തിയാലെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ നമ്മൾ ഡോക്ടറെ വെയിറ്റ് ചെയ്തിട്ട് ഇരുന്നിട്ടുണ്ട്. അപ്പോൾ അതാണ് ഗാർഡൻ്റെ ഉള്ളിൽ. അങ്ങനെ ഞാൻ ഡോക്ടറെല്ലാം കാണിച്ചിട്ട് പിന്നെ വന്നു. അങ്ങനെ ഡോക്ടറെ കാണിച്ച് കഴിഞ്ഞതിൻ്റെ ശേഷം ഇക്ക വന്നിട്ടുണ്ടായിരുന്നു ഹോസ്പിറ്റലിലേക്ക് നമ്മളെ കൂട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ ഒന്നിച്ച് പോകാമെന്ന് പറഞ്ഞിട്ട്, ഇക്ക അല്ലെങ്കിൽ ഒറ്റയ്ക്ക് വീട്ടിലിരിക്കേണ്ടി വരുമല്ലോ, അതുകൊണ്ട് അങ്ങനെ നമ്മൾ അവിടുന്ന് ഫുഡെല്ലാം കഴിച്ചിട്ട് പിന്നെ തിരിച്ച് പോകുമ്പോഴത്തേക്ക് ഇക്കാക്ക് PCR ടെസ്റ്റെല്ലാം എടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് PCR ടെസ്റ്റെല്ലാം എടുക്കേണ്ടി വരും. ഇപ്പോൾ പിന്നെ എല്ലാം ചെയ്യണമല്ലോ, ബൂസ്റ്റർ ഡോസ് അങ്ങനെയെല്ലാം എടുക്കാനുണ്ടല്ലോ. പിന്നെ നമ്മൾ തിരിച്ച് പോകുന്നുണ്ട്. പോകുന്ന വഴിയിൽ കുറച്ച് കാഴ്ചകളുണ്ടായി, കണ്ടില്ല, തണുപ്പായതുകൊണ്ട് എല്ലാവരും ടെൻ്റ് ഇട്ടിട്ട് റോഡ് സൈഡിൽ ഇരുന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ ഫാമിലി, കണ്ടല്ലോ എല്ലാവരും ഉണ്ട്. അപ്പോൾ വന്നിട്ട് ഇതായിക്കാം ബിരിയാണി കഴിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ താങ്ക് യു, ബൈ.